ഡിസ്റ്റർബ്ഡ് ആകുന്നത്. കാരണം ഹൈലി സെൻസിറ്റീവാണ് ആൾ. അപ്പോൾ അത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അതൊരു അഡ്വാൻറ്റേജ് ആക്കി മാറ്റണം. അതൊരിക്കലും ഒരു പ്രോബ്ലം ആക്കി മാറ്റരുത്. ഇത് നമ്മളുടെ ഒരു അഡ്വാൻറ്റേജാണ്. പക്ഷെ പലരും എന്നെക്കൊണ്ട് ഇതൊന്നും പറ്റുന്നില്ല, എനിക്ക് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ലല്ല, അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. ഞാൻ മോശം ഭക്ഷണം കഴിക്കുന്നില്ലല്ലോ, മനസ്സിലായ? അവിടെയാണ് നമ്മളുടെ ശ്രദ്ധ വരേണ്ടത്. പലരും പറയും, ഇപ്പം ചില ആൾക്കാർ പറയും മദ്യം കഴിച്ചാൽ ഞങ്ങൾ ഛർദ്ദിക്കത്തില്ല. ആദ്യത്തെ ഒരു പെഗ് കഴിച്ചപ്പോഴത്തേക്കും അത് ബോഡി ആക്സെപ്റ്റ് ചെയ്ത് വീണ്ടും കുറച്ച് കഴിച്ച് ശരീരത്തിൻ്റെ ഫങ്ഷൻ വീക്കായി. എന്നിട്ട് 5-6 പെഗ് അടിച്ചാലും എനിക്കൊരു കുഴപ്പമില്ലെന്ന്. ഇയാൾ മൊത്തം കുഴപ്പത്തിലായി, മനസ്സിലായ? കാരണം വേണ്ടാത്ത സാധനം ചെന്നിട്ടും എനിക്ക് നേരെ നിൽക്കാൻ പറ്റുന്നുണ്ട്. ഭയങ്കര വലിയ കഴിവായിട്ടാണ് പല ആൾക്കാരും പറയുന്നത്. കാരണം നമ്മുടെ ശരീരത്തിന് വേണ്ടാത്ത സാധനം കൊടുത്ത് ശീലിപ്പിച്ച് അവസാനം അത് അറിയാണ്ടായി, മനസ്സിലായ? അങ്ങനെയാണ് ഇന്ന് സമൂഹം. അതുപോലെയാണ് ഈ ഫാസ്റ്റ് ഫുഡും കാര്യങ്ങളെല്ലാം. കാരണം കുറച്ച് ഓയിൽ പോയിസൺ ചെയ്ത് ഏത് വിഷം കഴിച്ചാലും ഒരു കുഴപ്പമില്ലാത്ത രീതിയിലായി. നമുക്കൊരു ഈ പാമ്പ് പിടുത്തക്കാരനുണ്ടല്ലോ, പുള്ളിയുടെ പേരെന്താ, ബാബാ സുരേഷിനെ പാമ്പിങ്ങനെ കൊത്തി ഇന്ന് വിഷം വലിയ പെട്ടെന്ന് ഏക്കാത്ത രീതിയിലായി, അല്ലേ? അതുപോലെ ഇത് മനുഷ്യൻ മൊത്തത്തിൽ പ്രശ്നത്തിലാകും. അതെ, മനുഷ്യൻ്റെ മാനസികാവസ്ഥയും ശാരീരികമായിട്ടുള്ള ആരോഗ്യവും ഇതെല്ലാം തകർന്നുകൊണ്ടിരിക്കുകയാണ്. ബന്ധങ്ങൾ ഇതെല്ലാം തകർന്നു. കാരണം എന്താണ്? തലമുറകളായിട്ട് കുറച്ച് പോയിസൺ ചെയ്ത് കൊണ്ടുപോവുകയാണ്. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. മനസ്സിലെ? തലമുറകളായിട്ട് ചെറുതായിട്ടാണ് പോയിസൺ ചെയ്യുന്നത്. അതുകൊണ്ട് അടുത്ത തലമുറ വരുമ്പോൾ വീണ്ടും വീക്കാകുകയും നമ്മൾ പറയും നമ്മുടെ പൂർവീരൊക്കെ ഭയങ്കര ആരോഗ്യമുള്ളവരായിരുന്നു ഇന്ന് കഥകൾ പറയും. എന്താ കാരണം? കാരണം അവർക്ക് ഇത്രയും കണ്ടാമിനേറ്റ് ഫുഡ് കഴിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല, മനസ്സിലായി? അതുകൊണ്ടാണ് അന്ന് ഇപ്പം എൻ്റെയൊക്കെ പണ്ട് കാലത്ത് വീട്ടിലൊന്നും ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുന്ന ഒരു ഭാഗമേ ഇല്ല. എൻ്റെ ചെറുപ്പത്തിൽ അങ്ങനെ ഒരു ചിന്തയേ ഇല്ല. അറിയത്തില്ല ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു ഭാഗം ഇല്ല, അറിയത്തില്ല, മനസ്സിലായി? അങ്ങനെ ഹോട്ടൽ എന്ന് പറഞ്ഞ സംഭവത്തെപ്പറ്റി ചിന്തിക്കാനുള്ള അവസരം എൻ്റെ ചെറുപ്പത്തിൽ ഇല്ല, മനസ്സിലായി? അങ്ങനെ ഒരു സംഭവം എന്താണെന്ന് അറിയത്തില്ല. അങ്ങനെയാണ് ഞാനൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ വളർന്നു വന്നത്. പിന്നീട് നമ്മൾ വളർന്നു വന്നപ്പോഴാണ് നമ്മൾ പുറത്തൊക്കെ പോയി ഹോട്ടലിൽ പോയി വെറൈറ്റി ഫുഡൊക്കെ കഴിച്ച് നമ്മൾ വെറൈറ്റി മനുഷ്യരായി, വെറൈറ്റി പ്രോബ്ലംസ് ഉള്ള ആൾക്കാരായി. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഭക്ഷണം തന്നെ പറയും